Hello dears, welcome to GSPED classes. I'm Radhika. ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ സ്കൂൾ ആൻഡ് ഐഡന്റിറ്റി എന്ന കോഴ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയുടെ. കഴിഞ്ഞ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. സോ പ്ലീസ് ലിസൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ജെൻഡർ ആഫ്റ്റർ സോഷ്യലൈസേഷൻ. നമുക്കറിയാം ജെൻഡർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ഉണ്ടാക്കുന്നത് സൊസൈറ്റിയാണ്, അല്ലെ? സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടാണ് ജെൻഡർ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോ ഓക്കെ ഓൺലി സെക്സ് ഈസ് ദയർ, അതായത് ഇതർ മെയിൽ ഓർ ഫീമെയിൽ ഓർ LGBTQ+ ഓർ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് ജനിക്കുന്നത്. പക്ഷേ അതിനെ നീ സ്ത്രീയാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുരുഷനാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൊസൈറ്റിയിൽ ചെയ്തിരിക്കണം എന്ന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് നമ്മുടെ സൊസൈറ്റിയാണ്. ആൻഡ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതായത് ഈ ഒരു കോൺഷ്യസ്നെസ് ഓർ ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് സൊസൈറ്റിയിൽ അഡാപ്റ്റഡ് ആവുള്ളൂ, സൊസൈറ്റി നമ്മളെ സ്വീകരിക്കുള്ളൂ. അതർവൈസ് സൊസൈറ്റിക്ക് നമ്മളെ സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെ? ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് സൊസൈറ്റി കാണുന്നത്. അപ്പോ ഈ സൊസൈറ്റി പറയുന്ന എല്ലാ ഗുണങ്ങളും സ്ത്രീക്കോ പുരുഷനോ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഔട്ട്കാസ്റ്റ് ആണ്. അപ്പൊ ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡാപ്റ്റ് ചെയ്യുന്നതിനാണ് സോഷ്യലൈസേഷൻ ഓർ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം 2.6 ജെൻഡർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ്, അല്ലെ? അതായത് ജെൻഡർ റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ ജെൻഡറിനും, അതായത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേറെ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എവിടെ? ഇൻ സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂംസ്. ഓക്കെ, റിസർച്ച് ഷോസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ഇൻ സ്കൂൾസ്. ഇപ്പോഴും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സ്കൂളുകളിലുണ്ട് എന്നുള്ളതാണ് റിസർച്ചസ് പറയുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് ട്രീറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫറെന്റ്ലി. ബോയ്സ് ഗെറ്റ് മോർ അറ്റൻഷൻ. ഓക്കെ, ടീച്ചേഴ്സ് തന്നെ ബോയ്സിനെയും ഗേൾസിനെയും രണ്ട് രീതിയിലാണ് കാണുന്നത്. അതിൽ തന്നെ ബോയ്സിനെയാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോയ്സിനെയാണ് കൂടുതലായിട്ട് കാര്യമായിട്ട് എടുക്കുന്നത്. ഗേൾസിനെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ മുതലേ പറയുന്നതാണ്, ഇത് കേരളത്തിലൊരു അവസ്ഥയായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പം ഗേൾസ് ആർ ഓഫൻ ഗിവൺ മോർ റുട്ടീൻ ഓർ മെയിൻ്റനൻസ് റിലേറ്റഡ് ടാസ്ക്, ദാറ്റ് ഇസ് ക്ലീനിങ്, ഗാർഡനിങ്. ഇപ്പൊ കുറച്ചു കാലം മുൻപ് വരെയൊക്കെ അങ്ങനെയായിരുന്നു. എസ്പെഷ്യലി ഇപ്പൊ എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ക്ലാസ് അടിച്ചു വാരുക. ഓക്കെ, ക്ലാസ് അടിച്ചു വാരലൊക്കെ സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു അന്ന്. അപ്പൊ ഇങ്ങനെ ഈ ക്ലാസ് അടിച്ചു വാരുന്നതൊക്കെ മിക്കവാറും അടിച്ചു വാരുന്ന ഡ്യൂട്ടി എപ്പോഴും ഗേൾസിനുള്ളതായിരിക്കും. ബോയ്സ് അടിച്ചു വാരൊന്നുമില്ല, അവര് ഡെസ്കും ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പൊ അതൊക്കെ ഗേൾസിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഇന്ന് കാലം മാറിയിട്ടു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ പ്രോഗ്രാം ഉണ്ടാവുന്ന സമയത്ത് മൂവി ക്ലബിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായി. അപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ മൂവി തിയേറ്റർ എക്സ്പീരിയൻസിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെമിനാർ ഹാൾ, ഇങ്ങനെ മൂവി ഹാള് പോലെ ഒരു സെറ്റ് ചെയ്തു. അപ്പൊ എല്ലാ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്തു, ഹീറോ ഒക്കെ വരുന്ന സമയത്ത് കടലാസ് ഒക്കെ കീറിയിട്ടിട്ട് നിറയെ പരത്തൊക്കെ ചെയ്ത്, അപ്പൊ ഞാൻ അവരടുത്ത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കണ്ടത് ഗൂസ്ബംസ് ഒക്കെ വന്നു കേട്ടോ. അന്ന് വന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് മൊത്തം ബോയ്സ് ആണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഗേൾസ് അറേഞ്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂലെടുത്ത് അടിച്ചു വരുന്നതൊക്കെ ബോയ്സ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിനിങ് അവർക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നു. ദാറ്റ്സ് വൈ ദേ ആർ ഡൂയിങ് ദിസ് ഇൻ കോളേജ്, അല്ലെ? അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് നിങ്ങളത് വിലയിരുത്തരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ചില സ്കൂളുകളിൽ എങ്ങനെയാണ് ബോയ്സിന് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു. റിസർച്ചസ് പറയുന്നതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബോയ്സ് ടേക്ക് പാർട്ട് ഇൻ മോർ ഫിസിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഹൈ പ്രൊഫൈൽ ടാസ്ക്. അതുപോലെ തന്നെ ബോയ്സിന് എന്താണ് മോർ ഫിസിക്കൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഡെസ്ക് ബെഞ്ച് പിടിച്ചിടുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പൊ ലീഡർ ഉണ്ടാവുമ്പോ, ക്ലാസ് ലീഡർ ഉണ്ടാവുമ്പോൾ ഗേൾസിനൊരു ലീഡറും മൊത്തത്തിൽ ലീഡർ ബോയ് ആയിരിക്കും. ഓർ ഹൈ പ്രൊഫൈൽ ടാസ്ക്, അല്ലെങ്കിൽ കൂടുതൽ നല്ല ടാസ്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും
കൂടുതലായിട്ട് അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ബോയ്സിനെ ഏൽപ്പിക്കുക. സച്ച് പ്രാക്ടീസസ് reinforce the idea that boys are more capable and confident while girls are less competent and passive. ഇതുകൊണ്ടൊക്കെ മീൻ ചെയ്യുന്നത് എന്താണ്? ഈ ക്ലീനിങ്ങും ഗാർഡനിങ്ങും മാത്രമാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗേൾസിന് കൊടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫിസിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഹൈ പ്രൊഫൈൽ ടാസ്ക് കൊടുക്കുന്നത് ബോയ്സിനാണ്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഗേൾസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലീനിങ് ആൻഡ് അതർ തിങ്സ് അല്ലെ, അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ ചെയ്യുന്ന ജോലി അല്ലെ, അത് ചെയ്യാനുള്ള ആളുകൾ തന്നെയാണ് ഗേൾസ്. അതായത് അഡ്മിനിസ്ട്രേഷനും ഫിസിക്കൽ ടാസ്കും നല്ല ഉയർന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആളുകള് പുരുഷന്മാരാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്കൂൾ ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലെ. ഇപ്പൊ സ്കൂളിലെ ഇങ്ങനത്തെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവരാണ് വളർന്നു വലുതായിട്ടുള്ള ഒരു സൊസൈറ്റി ആയി മാറാൻ പോണത്. സോ ഇൻ ദാറ്റ് സൊസൈറ്റി ഓൾസോ ദേ ആർ ഷോയിങ് ദിസ് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെ. ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം അവർ കാണിച്ചിരിക്കും, ഉറപ്പാണത്. ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്. ജെൻഡർ ഇക്വാലിറ്റി in education cannot be achieved just by changing curriculum. ഈ കരിക്കുലം ചേഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല. ടീച്ചിങ് പ്രാക്ടീസസ്, ഇന്ററാക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ പാറ്റേൺസ് മസ്റ്റ് ഓൾസോ ചേഞ്ച്. അതായത് ടീച്ചിങ് പ്രാക്ടീസസ് മാറണം, അവരോട് ഇടപഴകുന്ന രീതി മാറണം, അതുപോലെ തന്നെ അവരെ ഓരോരോ ടാസ്കിലും ഓരോരോ ആക്ടിവിറ്റികളിലൊക്കെ ഉൾക്കൊള്ളിക്കുന്ന രീതി. അതായത് ചില ടാസ്കിലൊക്കെ സ്ത്രീകളെ അല്ലെങ്കിൽ ഗേൾസിനെ മാത്രം ഉൾപ്പെടുത്തുക, ചില ടാസ്കിൽ ബോയ്സിനെ മാത്രം ഉൾപ്പെടുത്തുക. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഷോ എനി കൈൻഡ് ഓഫ് ഇക്വാലിറ്റി. അപ്പൊ ഈ രീതിയൊക്കെ മാറിയാൽ മാത്രമാണ് ജെൻഡർ ഐഡന്റിറ്റി ഓർ ജെൻഡർ ഇക്വാലിറ്റി പ്രാവർത്തികമാകുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ചേഞ്ച് ഓഫ് കരിക്കുലം, പുസ്തകത്തിൽ മാത്രം മാറിയും കൊണ്ട് കാര്യമില്ല, പ്രാക്ടീസ് കൂടെ മാറണം. Boys often dominate classroom interactions, gaining confidence and attention. കുറച്ചു കാലം മുമ്പ് ഇന്ന് അങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെയല്ല. കാരണം ഈ ബോയ്സ് ആണ് കൂടുതൽ കോൺഫിഡന്റ് ആവുക. സ്കൂൾ ലീഡറും അവരൊക്കെ അങ്ങനെയൊക്കെ ബോയ്സിനെയാണ് ആക്കുക. അപ്പൊ അവര് ദേ ആർ മോർ കോൺഫിഡന്റ്. കാരണം അവർ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർ കോൺഫിഡന്റ് ആവുന്നതെന്ന് വെച്ചാൽ ദാറ്റ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ദേ ആർ അറ്റൈനിങ് ഫ്രം ദെയർ ഹോം ആസ് വെൽ ആസ് ഇൻ ദെയർ സ്കൂൾ അല്ലെ. സ്കൂളിനും വീട്ടിൽ നിന്നും ഒക്കെ ഈ രീതിയിൽ ഒരു ലീഡർ ആവാനുള്ളൊരു ട്രെയിനിങ് ആണ് ആൺകുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർ കോൺഫിഡന്റ് ആവും. ഗേൾസ് എപ്പോഴും അടുക്കളയിലുള്ള ആളുകളാണ്. ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ആണ് അവർക്ക് അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, എൽഡേഴ്സ് ആയിക്കോട്ടെ, ഹു എവർ മേ ബി, ഓക്കെ, അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഡിഫിഡന്റ് ആയി പോകും ഗേൾസ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയായിരുന്നു കുറച്ചു മുമ്പ്. ഇപ്പോഴും അങ്ങനത്തെ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അറ്റൻഷൻ സീക്കിംഗ് ആൻഡ് കോൺഫിഡന്റ് ആയിട്ടുള്ള എന്താ പറയാ ജോലികളും അല്ലെങ്കിൽ റോളുകളൊക്കെ ചെയ്യുന്നത് ആൺകുട്ടികളായിരിക്കും. ഗേൾസ് ആർ ഓഫൻ ഓവർലുക്ക്ഡ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് മിനിമൈസ്ഡ് അല്ലെ. ഇപ്പൊ ഗേൾസിന് എന്താണ് വളരെ കുറച്ച് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ജോലികളൊക്കെയാണ് കൊടുക്കുന്നത്. ജോലികൾ ഇൻ ദ സെൻസ് സ്കൂളിലുള്ള ഓരോ റോൾസ്. അപ്പൊ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ അവസ്ഥ തിരിച്ചാണ്. ഗേൾസ് ആർ മോർ കോൺഫിഡന്റ് അല്ലെ. നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിനെ ഓവർഷാഡോ ചെയ്യുന്ന രീതിയിലാണ് ഗേൾസിന്റെ പെർഫോമൻസ്. ഓക്കെ, അത് നമ്മളവിടുത്തെ ഒരു പ്രത്യേകതയായിരിക്കാം. പക്ഷെ ഓവറോൾ സ്റ്റേറ്റസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബോയ്സിന് തന്നെയാണ് സ്കൂളിലൊക്കെ ഡൊമിനൻസ് കൊടുക്കുന്നത്. Even teachers who claim to support equality may unconsciously favor boys. അല്ലെ, എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള പോലെ തന്നെ അല്ലെ, എന്തൊക്കെ ഇക്വാലിറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാലും ടീച്ചേഴ്സ് അൺകോൺഷ്യസ്ലി അറിയാതെ ബോയ്സിന് ഒരു പ്രിഫറൻസ് കൊടുത്തു പോകും. എന്താണെന്നറിയില്ല, അവരുടെ നേച്ചർ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടായിരിക്കാം. Then teacher training in classroom interaction strategies improve gender equity. അതുപോലെ തന്നെ ഈ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഈ ജെൻഡർ ഈക്വാലിറ്റിക്ക് മച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ടീച്ചേഴ്സിന്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം, എന്താണ് ബയാസ് കാണിക്കരുത് ക്ലാസ് റൂമിൽ, ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെൻഡർ ഈക്വാലിറ്റി ഇംപ്രൂവ്ഡ് ആക്കും. Low expectations of girls and gender-biased textbooks contribute to poor academic outcomes for girls. അപ്പൊ നമുക്കറിയാം ഈ ഗേൾസ് അവരെ അത്രയ്ക്ക് പറ്റൂ അല്ലെ. അതുപോലെ തന്നെ ഈ രീതിയിൽ ജെൻഡർ ബയാസ്ഡ് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ പറഞ്ഞു കുറച്ചു കാലം വരെ
ചിത്രം ഉണ്ടാവുമ്പോ ഒന്നാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ ചിത്രം ഉണ്ടാവും. മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സിൽ പിക്ചേഴ്സ് ഉണ്ടാവും. ഈ പിക്ചേഴ്സിലൊക്കെ അമ്മ എപ്പോഴും അടുക്കളയിൽ കുക്ക് ചെയ്യുക അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമറിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ എപ്പോഴും മുമ്പിലിരുന്ന് പത്രം വായിക്കുക, ഓക്കെ, അല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോവുക, അമ്മ കുക്ക് ചെയ്യുക, അമ്മ ക്ലീൻ ചെയ്യുക, ഈ രീതിയിലുള്ള പിക്ചേഴ്സ് വെതയാം. ദെൻ പക്ഷേ ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരള സിലബസിൽ ഒരു 3rd സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു ഒരു യൂണിറ്റിൽ ഭയങ്കര വൈറലായ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അടുക്കളയിൽ എല്ലാവരും, അത് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജെൻഡർ ബയാസ്ഡ് ടെക്സ്റ്റ് ബുക്കാണ് ഉണ്ടായിരുന്നത്. ഇത് ഒക്കെ കുട്ടികളെ ഡിഫിഡന്റ് ആക്കും. ഓക്കെ, അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ക്ലാസ് റൂമിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. A teacher's belief in girls' abilities can positively influence their performance. ടീച്ചർ ആദ്യം വിശ്വസിക്കണം ഗേൾസിനെ, എന്നാലാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, അവർക്ക് ക്ലാസ് റൂമിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർ തന്നെ പറയാണ് ഗേൾസിന് പറ്റില്ല, ബോയ്സ് ആരെങ്കിലും ഉണ്ടോ ഇത് പറയാനായിട്ട് എന്ന് ചോദിക്കുമ്പോ ബോയ്സിന് ഇറ്റ് ഇൻക്രീസസ് ദ കോൺഫിഡൻസ് ഓഫ് ബോയ്സ് ആൻഡ് ഇറ്റ് നാച്ചുറലി ഡിക്രീസസ് ദ കോൺഫിഡൻസ് ഓഫ് ഗേൾസ്. ദ മെഷർമെന്റ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി. ഇനി എങ്ങനെയാണ് ഇത് അളക്കുന്നത്? ഓൾഡ് വേഴ്സസ് ന്യൂ മോഡൽസ്. ഓൾഡ് മോഡൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി സീൻ ആസ് ഓപ്പോസിറ്റ് ഓൺ എ സിംഗിൾ സ്കെയിൽ. അല്ലെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് പുരുഷത്വം, അതായത് ആണുങ്ങൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി, ഫെമിനിറ്റി പറഞ്ഞ സ്ത്രീത്വം, സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്, ഇതിനെ കണ്ടിരുന്നത്. ന്യൂ മോഡലിൽ എങ്ങനെയാന്ന് വെച്ചാൽ മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ആർ ടു സെപ്പറേറ്റ് ഡയമെൻഷൻസ്. എ പേഴ്സൺ ക്യാൻ ബി ഹൈ ഓർ ലോ ഇൻ ബോത്ത്. അതായത് ഈ ചില ആളുകളിൽ, ചില ഗേൾസിൽ മസ്കുലിനിറ്റി ഉണ്ടാവും. മസ്കുലിനിറ്റി ഇൻ ദ സെൻസ് ദേ ആർ ബോൾഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് മുതലേ പുരുഷന്മാർക്ക് അട്രിബ്യൂട്ട് ചെയ്ത ക്വാളിറ്റീസ് ചിലപ്പോൾ ഇപ്പൊ ഗേൾസിന് ഉണ്ടാവും. ബിക്കോസ് ദേ ആർ കോൺഫിഡന്റ്, ദേ ആർ ബോൾഡ്. പീപ്പിൾ യൂസ് ടു കോൾ ദം ആസ് മെയിൽസ്. അല്ലെ, അവളൊരു ആണിനെ പോലെയാണ്, അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. ഇനി എന്താണ്, കുറച്ച് നാണം കുടുങ്ങുകളായിട്ടുള്ള പുരുഷന്മാരുണ്ട് വെച്ചാൽ അവരെ ഓനൊരു പെണ്ണാണ്, ഈ രീതിയിലാണ് പറയുന്നത്. ദെൻ Sex Role Inventory, PSRI. Sandra L. Pem ആണത് പ്രപ്പോസ് ചെയ്തത്. This theory or this measurement in 1974 measures masculinity and femininity using 60 traits. അല്ലെ, അതായത് മസ്കുലിനിറ്റി ഫെമിനിറ്റി അളക്കുന്നതാണ്, അല്ലെ, കണ്ടുപിടിക്കുന്നത്. Categorizes individuals as sex typed, ക്രോസ് സെക്സ് ടൈപ്ഡ്. അതായത് ചില ആളുകൾക്ക് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ക്വാളിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില പുരുഷന്മാര് ചില കാര്യങ്ങളിൽ സ്ത്രീകളുടെ ക്വാളിറ്റീസും ഉണ്ടാവും, അല്ലെ. നമുക്കുണ്ടാവും ചിലപ്പോ നമ്മുടെ ക്ലാസ്സിലോ പെട്ടെന്ന് കരഞ്ഞു പോണ ബോയ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ. അല്ലെങ്കിൽ പുരുഷന്മാർ ചിലപ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോകും. കാരണം ഇത് പുരുഷന്മാർ കരയാൻ പാടില്ല എന്നല്ല, ഈ ഒരു ജെൻഡർ എന്ന് പറഞ്ഞു വെച്ചാൽ സൊസൈറ്റി ആട്രിബ്യൂട്ട് ചെയ്ത ക്യാരക്ടറിസ്റ്റിക് പുരുഷന് കരയാൻ പാടില്ല എന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ക്രോസ് ടൈപ്ഡ് ഉണ്ടാവും. ദെൻ ആൻഡ്രോഗൈനസ്, ദേ ആർ ഹൈലി മസ്കുലൈൻ ആവാം. ആൻഡ് ഡിഫറൻഷിയേറ്റഡ്, ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതാവാം. ഈ സ്കെയിലിലൂടെയാണ് അവർ അളക്കുന്നത്. എൻകറേജസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ്രോഗൈനി. അപ്പം ഇതിനെ ആണ് എന്താണ് സൈക്കോളജിക്കൽ ആൻഡ്രോഗൈനി, അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് പെം സെക്സ് റോൾ ഇൻവെന്ററി മോഡൽ എന്താ പറയാ അളക്കുന്നത്. അല്ലെങ്കിൽ സെക്സ് റോൾ ഇൻവെന്ററി മോഡലിലൂടെ ഈ രീതിയിലുള്ള ക്യാരക്ടർ ട്രേറ്റ്സ് ആണ് അളക്കുന്നത്. പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ക്വസ്റ്റ്നെയർ. പിന്നെ വേറൊരു രീതി ക്വസ്റ്റ്നെയർ ആണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, അല്ലെ, കണക്കാക്കാനായിട്ട്. അതായത് സ്പെൻസ്, ഹെൽമിഷ് ആൻഡ് സ്റ്റാപ്പ് ഇവരാണ് അത് പ്രപ്പോസ് ചെയ്തത്. അവരെന്തൊക്കെയാ മെഷർ ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റാലിറ്റി, ദാറ്റ് ഇസ് മസ്കുലിനിറ്റി. എക്സ്പ്രസീവിറ്റി, ദാറ്റ് ഇസ് ഫെമിനിനിറ്റി. Contains 27 bipolar items, that is aggressiveness rated on 5-point scale, അല്ലെ. ഇപ്പൊ അഗ്രസീവ്നെസ് 5-point scale പറഞ്ഞു വെച്ചാ എന്താണ് പറയാ, എക്സ്ട്രീം, മീഡിയം, ആവറേജ്, ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു 5-point സ്കെയിലാണ് അളക്കുന്നത് ഓരോ ട്രേറ്റ്സും. അങ്ങനെ 24 എണ്ണം, അല്ലെ, 24 ട്രേറ്റ്സ്, 24 ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ തന്നെ 5-point സ്കെയിലിൽ അളക്കുന്നുണ്ട്.
ക്വിസ്നെയർ ആണ് കേട്ടോ. ക്വിസ്നെയർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓക്കെ. ദെൻ സർവേ ഒക്കെ എടുക്കുമ്പോൾ തരുന്ന ക്വിസ്നെയർ ഫോക്കസസ് ഓൺലി ഓൺ സെപ്പറേറ്റ് ഡയമെൻഷൻസ് നോട്ട് ദെയർ കോ എക്സിസ്റ്റൻസ്. സെപ്പറേറ്റ് ദാറ്റ് ഈസ് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ഇതിന്റെ ക്രോസ് ആയിട്ടുള്ള മറ്റേതിൽ ക്രോസ് ടൈപ്പ് ഉണ്ടായിരുന്നു. ബട്ട് ഹിയർ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അളക്കുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലാസ് റൂംസ് റിച്വൽസ് ആൻഡ് റൂട്ടീൻസ്. ഇനി ഇതുപോലെ തന്നെ ക്ലാസ് റൂമിലും റിച്വൽസിലും റൂട്ടീൻ അല്ലെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ക്ലാസ് റൂം ഇന്ററാക്ഷൻസ്. A 1991 survey by the American Association of University Women found that gender bias in classroom affected girls' self-esteem and academic confidence. അതായത് കുറെ കാലം നമ്മള് സബ്മിസീവ് ആയിട്ടിരുന്ന അല്ലെങ്കിൽ പാസീവ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെയാവും. അത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഒബ്സർവ് ചെയ്താൽ മതി. അതായത് എന്തുകൊണ്ടാണ് ഈ ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് കോൺഫിഡൻസ് ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഫോർ ജനറേഷൻസ് ദേ ആർ സബ്മിസീവ് ആൻഡ് ദേ ആർ സപ്രസ്ഡ് അല്ലെ. നമ്മുടെ അമ്മമാരൊക്കെ മേ ബി അവരുടെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മമാര് അല്ലെങ്കിൽ അതിന്റെ അമ്മമ്മമാരും ആ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സപ്രഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മാർജിനലൈസേഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. അവർ സ്കൂളിലാണെങ്കിലും ചിലപ്പോ അവർ സ്കൂളിൽ പോകാനുള്ള അവസരമേ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. സ്കൂളിൽ പോയാലും ഇപ്പൊ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ എനിക്ക് സ്കൂളിൽ പോയാലും അവരെ വേറൊരു രീതിയിലായിരിക്കാം കാണുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് എന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വെറും ഒരു അടിമയായിട്ടും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാലം ഇങ്ങനെ സപ്രഷൻ അനുഭവിച്ചിട്ട് അവരാകെ അവരുടെ മെന്റലി അവരാകെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ അവർക്ക് വലിയ ബുദ്ധിയില്ല, അന്തമില്ല, ഓർമ്മ ഉണ്ടാവില്ല. അതിപ്പോ കണ്ടില്ലേ, ചിലപ്പോ ഗ്യാസ് ഒക്കെ ഓൺ ആക്കിയിട്ട് വരും, എന്താ പിന്നെ ഇവരൊക്കെ എന്താണ് ചിന്ത, ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷനിങ്. ഓക്കെ, ആലോചിച്ച് നോക്കിയപ്പോ ഇത്രയും അവർ സപ്രഷൻസ് അനുഭവിക്കുമ്പോ അവർ അവരുടെ ലോകത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് എന്റെ അമ്മയൊക്കെ മിക്കവാറും അമ്മയുടെ ലോകത്താണ്, ഈ ലോകത്ത് ഇടയ്ക്ക് ഇറങ്ങി വരുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറെ മറവിയൊക്കെ കൂടുതലാണ്. അപ്പൊ ഇത് അവരുടെ ആ ഒരു കണ്ടീഷനിങ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗേൾസിന് സെൽഫ് എസ്റ്റീം ഇല്ലാതെ ആവും, ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെ. നമുക്കൊരു വ്യക്തിക്ക്, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് റെസ്പെക്ട് ഓർ സെൽഫ് എസ്റ്റീം ആണ്. എന്നാലും അവർക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, ഞാനൊന്നുമല്ല അല്ലെ, എല്ലാവരും പറയുന്നു ഞാനൊന്നുമല്ല, ശരിക്കും ഞാനൊന്നും അല്ലാത്തോണ്ടാവാം ഞാനൊന്നും അല്ല എന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു മുക്കിൽ ചുരുട്ട് കൂടിക്കോളാം. ഓക്കെ, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, യു ആർ പെർഫെക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആളുകളിൽ അല്ലെങ്കിൽ ഗേൾസിൽ അല്ലെങ്കിൽ ഫീമെയിൽസിൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ജെൻഡർ ബയാസ് കൊണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് കാണിക്കുന്നത്. Boys attribute success to ability, girls to luck. Girls blame themselves for failure. അല്ലെ? ഈ ഒരു റൂട്ടീൻ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായോ എന്നറിയില്ല. നിങ്ങളൊക്കെ കുറച്ചും കൂടെ ഫോർവേഡഡ് അല്ലെങ്കിൽ ന്യൂ ജെൻ ആണ്. എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ എന്നെയൊക്കെ ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ലക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അത് എന്റെ എന്താ പറയാ ബാഡ് ലക്കാണ് അല്ലെ, ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ സ്വയം പഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. Okay, it is due to this kind of conditioning. Boys are more dominant in class discussions. They get more attention and feedback, are more vocal and assertive, are praised for their intellect, girls for neatness or behavior. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് വരെ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇല്ല കേട്ടോ, മറ്റുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. കാരണം ഗേൾസിന് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത പോലും മറ്റുള്ള സ്ഥലത്തൊന്നും കുറവാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പം അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം ഇങ്ങനത്തെ അവസ്ഥകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പണ്ട് പഠിപ്പിച്ചത് എന്താണ്? ഗേൾസ് ഉറക്ക വർത്താനം പറയാൻ പാടില്ല, ഗേൾസിന്റെ ഒച്ച പുറത്ത് കേൾക്കാൻ പാടില്ല, പിന്നെ അവർക്ക് ക്ലാസ് റൂമിൽ ഉറക്ക വർത്തമാനം പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ ബോയ്സ് ആണെങ്കിലോ ഭയങ്കര അസേർട്ടീവ് ആണ്, പോസിറ്റീവ് ആണ്, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, സോ ദേ ആർ പ്രൈസ്ഡ് ഫോർ ദെയർ ഇന്റലക്ട് അല്ലെ. നല്ല ബുദ്ധിയുള്ളവർ പുരുഷന്മാരും. പക്ഷെ ഗേൾസിന് എങ്ങനെയാണ്? അവർക്ക് നല്ല പെരുമാറ്റവും നീറ്റ്നെസ് ഒക്കെയാണ് അവരിൽ നിന്ന്
എക്സ്പെക്ട് ചെയ്യുന്നത്. ഗേൾസ് ആർ ഓഫൻ സൈലൻസ്ഡ് ഓർ കറക്റ്റഡ് ഫോർ അസേർട്ടീവ് ബിഹേവിയർ. അതുപോലെ തന്നെ ഗേൾസിനെ സൈലൻസ്ഡ് ആക്കും അല്ലെ. കുറച്ച് ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പറയും എന്തോരം ഒച്ചയാണ്, ഇത് പെണ്ണുങ്ങളല്ലേ ഇത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് പറയുന്നത്. പിന്നെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം ഉണ്ടാവണം സൊസൈറ്റിയിൽ അല്ലെ, കാരണം നീ പെണ്ണാണ്. നെഗറ്റീവ് ജെൻഡർ ബയാസ് ഇൻ ഫീഡ്ബാക്ക് ഹാപ്സ് ഗേൾസ് സെൽഫ് വർത്ത് ആൻഡ് പെർഫോമൻസ്. ഈ രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെ അവർക്ക് സെൽഫ് റെസ്പെക്റ്റും അവരുടെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. ദെൻ ക്ലാസ് റൂം റിച്വൽസ്. ക്ലാസ് റൂമിൽ കുറെ ആചാരങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യും, അതിലും ഇതുപോലെ തന്നെ ജെൻഡർ ബയാസ് ഉണ്ട്. എന്തൊക്കെയാണത്? സെർട്ടൻ ഔട്ട്ഡേറ്റഡ് ക്ലാസ് റൂം റിച്വൽസ് ഷോ ജെൻഡർ ബയാസ്. ഏതൊക്കെയാണ് ഔട്ട്ഡേറ്റഡ് ക്ലാസ് റൂം റിച്വൽസ്? Girls expected to stand up when the teacher enters. Girls clean blackboards and classrooms. Girls are held to stricter cleanliness standards. ഗേൾസിന്റെ ഉത്തരവാദിത്തമാണ് എല്ലായിടത്തും വൃത്തിയാക്കുക എന്നുള്ളത്. യൂണിഫോം റൂൾസ് എൻഫോഴ്സ്ഡ് മോർ സ്ട്രിക്ട്ലി ഓൺ ബോയ്സ് അല്ലെ. പിന്നെ ഗേൾസ് മിക്കവാറും യൂണിഫോം ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബോയ്സ് അങ്ങനെ ആവില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, ബോയ്സിന് ആണ് ഈ യൂണിഫോം അല്ലെ. കാരണം നിങ്ങൾ നാളെ പുറത്തിറങ്ങിയിട്ട് മര്യാദയ്ക്ക് നടക്കേണ്ടതാണ്. യു ഷുഡ് ബി വെരി കെയർഫുൾ റിഗാർഡിംഗ് യുവർ യൂണിഫോം. ഈ രീതിയിൽ ബോയ്സിനെ ഗ്രൂം ചെയ്തെടുക്കും. ഓക്കെ, ബോയ്സ് മിസ്കണ്ടക്ട് ഈസ് ഓഫൻ ഇഗ്നോർഡ്. അവർ ആൺകുട്ടിയല്ലേ അല്ലെ. ഇപ്പൊ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ അടികൂടി, ആൺകുട്ടികൾ അങ്ങനെ അടികൂടിയൊക്കെ ചെയ്യും അല്ലെ. ബോയ്സ് ചിലപ്പോ എന്താണ് ഇന്റർവെല്ലിന് പുറത്തു പോയി, ബോയ്സ് അല്ലേ അവര് പോയാലും കുഴപ്പമില്ല, ഗേൾസ് അല്ലല്ലോ പോയത്, കാരണം ഗേൾസ് പോയാലാണ് പേടിക്കേണ്ട കാര്യമുള്ളൂ. Okay, this kind of conditioning is there. Boys are more likely to be granted permission quickly. Boys എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സും വീട്ടിലുള്ള പോലെ തന്നെ അവർക്ക് പെട്ടെന്ന് പെർമിഷൻ കിട്ടും. ബട്ട് ഗേൾസ് വോണ്ട് ഗെറ്റ് ഇറ്റ് ഈസിലി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾ റുട്ടീൻസ്. ഇനി സ്കൂൾ റുട്ടീൻസിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഡിഫറെന്റ് ഡിസിപ്ലിനറി ആക്ഷൻസ്. Boys are often punished more harshly than girls for similar misbehavior, while girls may be disciplined more for minor infractions like talking or calling out answers. അപ്പം ഈ ബോയ്സിനാണ് കൂടുതൽ അടിയൊക്കെ കിട്ടുക. ഓക്കെ, നിങ്ങള് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, ഗേൾസിനെ അങ്ങനെ അടിക്കുകയൊന്നുമില്ല. പക്ഷെ ഗേൾസിന് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അടിക്കുന്നത്. ഓക്കെ, ലൈക്ക് ഉറക്ക വർത്താനം പറയാ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾക്ക്. പക്ഷെ ബോയ്സിനാണ് ഇങ്ങനത്തെ അടി, ബോയ്സിനൊക്കെ നന്നായിട്ട് അടിക്കും മാഷുമാരൊക്കെ. അപ്പം അത് ഈ ബോയ്സിനും ഉള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. Unequal seating arrangements. In some schools, boys and girls are seated separately in classrooms or dining halls, reinforcing gender separation rather than inclusion. ഇപ്പൊ ജെൻഡർ ഇൻക്ലൂഷൻ അല്ല, അവരെ സെപ്പറേറ്റ് ചെയ്ത് ഇരുത്തുന്നു. മേ ബി വേറെ വേറെ ക്ലാസ്സിൽ. അത് ഒരു കോളേജില്, ഇവിടെ അടുത്തുള്ള ഒരു കോളേജാണ്. അപ്പൊ ആ ഒരു കോളേജിൽ വർക്ക് ചെയ്ത ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കുറച്ചു കാലം മുൻപാണ്. അപ്പൊ ബോയ്സും ഗേൾസും ഒരു ക്ലാസ്സിലുണ്ട്, പക്ഷെ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കർട്ടൻ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് ഇവര് രണ്ടുപേരെയും കാണാം. ഓക്കെ, ടീച്ചർ രണ്ടുപേരെയും കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഫ്രണ്ടിൽ, പക്ഷെ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ദേ കനോട്ട് സീ ഈച്ച് അതർ. അങ്ങനത്തെ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ സാറ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. കാരണം ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ രണ്ട് കണ്ണ് രണ്ടാൾക്കാരെ കാണുന്നത്. നമ്മുടെ കണ്ണിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, രണ്ട് കണ്ണ് കാണുന്നത് ഒന്നിച്ച് നമ്മുടെ റെറ്റിനയിൽ എത്തിയിട്ട് ഒന്നാക്കിയിട്ട് ഒരു ഇമേജ് ആക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ട് കണ്ണുകൊണ്ടും ഒരു സാധന കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു മറ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണുകൊണ്ട് രണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണിന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, കണ്ണിന് സ്ട്രെയിൻ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദനയാണ് ആ കോളേജിൽ വർക്ക് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, ഇത് ഒരു ജെൻഡർ ഇൻക്ലൂഷൻ അല്ല ഉണ്ടാക്കുന്നത്, ജെൻഡർ സെപ്പറേഷൻ ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഉണ്ടാക്കുന്നത്. Restricted access to facilities. Certain areas in the school campus may be reserved exclusively for female students, limiting shared experiences and reinforcing gender divides. ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല, പക്ഷെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലത്തേക്ക് ഗേൾസിന് പോവാൻ പറ്റില്ല, ചില സ്ഥലത്ത് ബോയ്സിന് മാത്രമുള്ളതാണ്. മിക്കവാറും പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നതൊക്കെ മിക്കവാറും ബോയ്സ് ആയിരിക്കും അല്ലെ. ഗേൾസ് അവിടെ ഒന്നും കളിക്കാൻ പാടില്ല, ഗേൾസിനുള്ള പ്ലേ ഗ്രൗണ്ട് ചിലപ്പോൾ വേറെ ആയിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ആർ ദെയർ ഇൻ സ്കൂൾസ്. ജെൻഡർ സ്പെസിഫിക് ടാസ്ക്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. Girls may be expected to take on nurturing or cleaning tasks during school events, while boys are given leadership roles, reinforcing stereotypes.
ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഓണാഘോഷമൊക്കെ വരികയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഗേൾസിന്റെ പരിപാടി മിക്കവാറും എന്താണ്, ക്ലീനിങ് ഒക്കെ ആയിരിക്കും അല്ലെ. അങ്ങനത്തെ രീതിയിൽ പിന്നെ പൂക്കളം ഉണ്ടാക്കുകയാണെങ്കിൽ പൂക്കളം ഇടുന്നതൊക്കെ ഗേൾസ് ആയിരിക്കും, വരച്ചു കൊടുക്കുന്നത് ബോയ്സ്, പൂവ് വാങ്ങാൻ പോണത് ബോയ്സ്. ഓക്കെ, അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി, പൈസ പിരിക്കുന്നത് ബോയ്സ്, ഈ രീതിയിലായിരിക്കും. Diversity recognition and participation. Boys may be encouraged to participate in competitive sports and leadership roles, while girls are directed toward cultural or passive activities affecting self-esteem and confidence. ബോയ്സിനാണ് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടാവുക, ഗേൾസിനാണെങ്കിൽ പൂക്കള മത്സരം, പാട്ടുപാടുക, അങ്ങനത്തെ മൈനർ ആയിട്ടുള്ള ജോലികളും അല്ലെങ്കിൽ എന്താണ് കോമ്പറ്റീഷൻസ് ഒക്കെയാണ് ഉണ്ടാവുന്നത് പല ഒക്കേഷൻസിൽ. Then discipline. Discipline teaches children acceptable and unacceptable behavior. നല്ലതുമാണ് ചീത്തയാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. വല്ലാതെ ഓവർ ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇറ്റ് ഹെൽപ്സ് ദം ടു റെസ്പെക്ട് ആൻഡ് ഫോളോ റൂൾസ് അല്ലെ. ഡിസിപ്ലിൻ എങ്ങനെയാണ് നല്ലതാവുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ ഡിസിപ്ലിൻ ഇസ് വെരി ഇസെൻഷ്യൽ. ഇഫക്റ്റീവ് ഡിസിപ്ലിൻ യൂസസ് ടെക്നിക്സ് ലൈക്ക് റീഇൻഫോഴ്സ്മെന്റ്, മോഡലിംഗ് ആൻഡ് ബീയിങ് കൈൻഡ് ബട്ട് സ്ട്രിക്റ്റ് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുക? റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. ഇപ്പൊ നമ്മള് ക്ലാസ് ടീച്ചറാണ്, ഓക്കെ, ടീച്ചർ ആയിട്ട് മാറുമ്പോ നമ്മള് കുട്ടികളുടെ അടുത്ത് നാളെ വരുമ്പോ എല്ലാവരും ഇത് പഠിച്ചു വരണം. ഓക്കെ, കുട്ടികൾ ചില ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും ഇല്ല. ഇഫ് യു ആർ എ വെരി ഡിസിപ്ലിൻഡ് ടീച്ചർ, വാട്ട് യു ആർ സപ്പോസ് ടു ഡു, നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കണം. അല്ലാണ്ട് പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ കുട്ടികൾ ദേ വോണ്ട് സ്റ്റഡി അറ്റ് ഓൾ. സോ ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ അവരുടെ പിന്നാലെ നടന്നിട്ട് പറയണം. യൂണിഫോം എല്ലാവരും നല്ല രീതിയിൽ ഇടണം. ഓക്കെ, ഷൂസ് ഇടണം, ടൈ ഉണ്ടെങ്കിൽ ടൈ കെട്ടണം, അല്ലെങ്കിൽ എന്താ പറയാ കോട്ട് ഉണ്ടെങ്കിൽ കോട്ട് ഇടണം. പക്ഷെ നിങ്ങളത് നോക്കുന്നില്ല. ഓക്കെ, 2-3 ദിവസം തുടർച്ചയായിട്ടെങ്കിൽ അത് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരും ദേ വോണ്ട് ഫോളോ അറ്റ് ഓൾ. ദെൻ മോഡലിംഗ് പറഞ്ഞു വെച്ചാൽ എന്താണ്? നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വരുന്ന ആളുകളെയൊക്കെ നമ്മളൊക്കെ അഭിനന്ദിക്കാം. ഓക്കെ, ആൻഡ് ബീങ് കൈൻഡ് ബട്ട് സ്ട്രിക്റ്റ് അല്ലെ. കൈൻഡ് ആവാം കുട്ടികളുടെ അടുത്ത്. ചില കുട്ടി ചിലപ്പോ അത് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് വെള്ളം തെറിച്ചിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഉണ്ടാവാഞ്ഞിട്ടായിരിക്കാം ഡ്രസ്സ് മാറ്റിയത്. അപ്പൊ അത് അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് പരിഗണിക്കാം. ബട്ട് യു ഷുഡ് ബി സ്ട്രിക്റ്റ് ഇൻ സ്കൂൾസ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗൈഡൻസ് റാദർ ദാൻ പണിഷ്മെന്റ്. പണിഷ് ചെയ്യുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഗൈഡ് ചെയ്യുക, നല്ല രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുക ടു ദ ഗുഡ്നെസ്. ഡിസിപ്ലിൻ ഷുഡ് മാച്ച് ദ ചൈൽഡ്സ് ഏജ്, ടെമ്പറമെന്റ് ആൻഡ് അപ്ബ്രിംഗിങ്. കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ട് അല്ലെ. ചെറിയ കുട്ടികൾക്കൊന്നും 1ാം ക്ലാസ് പോയിട്ട് ഇത്രയും ഡിസിപ്ലിൻ ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലെ. അപ്പൊ ഏജിനനുസരിച്ചിട്ടാണ് വി ഷുഡ് ഹാവ് ടു ഇമ്പോസ് ഡിസിപ്ലിൻ. ദെൻ ടെമ്പറമെന്റ്, കുട്ടിയുടെ ആ ഒരു ടെമ്പർ അല്ലെ, ആ ഒരു ലെവലിന് അല്ലെങ്കിൽ അപ്ബ്രിംഗിങ്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന രീതി. എല്ലാവരെയും ചില ക്ലാസ് റൂമിൽ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ഒരുപോലെ ആവില്ല. നിങ്ങൾ ഇനി നാളെ ടീച്ചേഴ്സ് ആയിട്ട് പോകുമ്പോൾ 50 പേരുണ്ടെങ്കിൽ 50 വീട്ടിൽ നിന്നാ വരുന്നത്, 50 തരത്തിലുള്ള ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഓരോ രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ചില കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒന്ന് പറഞ്ഞാൽ 4 അവര് തിരിച്ചു പറയും. ഓക്കെ, അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികൾ ചിലപ്പോ ഉണ്ടാവും. ഒന്നിലധികം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പൊ അവരെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ, എല്ലാവരും ഒരുപോലെ ഞാൻ ട്രീറ്റ് ചെയ്യൂ, ഇവരെ ഞാൻ ഒരുപോലെ ട്രീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ ക്ലാസ്സിൽ അവര് എന്തെങ്കിലും പറയുമ്പോൾ നമുക്കാണ് ആ ഒരു നാണക്കേട് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ അവരെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. മാത്രമല്ല ചൂടാവുക എന്നുള്ളത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല ക്ലാസ് റൂമിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ മിസ്ബിഹേവ് എന്ന് പറയാൻ പാടില്ല, അവരുടെ ക്യാരക്ടറിന്റെ പ്രോബ്ലം ആണത്. മേ ബി എ സൈക്കോളജിക്കൽ ഇഷ്യൂ. അപ്പൊ അവരെ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്യാങ് ആയിട്ട് കുട്ടികൾ വർത്തമാനം പറയുന്നതാണ് അല്ലെ. ഉറപ്പായിട്ടും അതായിരിക്കും. അപ്പൊ അങ്ങനെ അവർ വർത്തമാനം പറയുന്ന സമയത്ത് നമ്മൾ അവരെ എണീപ്പിച്ച് നിർത്തുക, അല്ലെങ്കിൽ അവരെ അടിക്കുക, ആ രീതിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ പണ്ടത്തെ ഓൾഡ് ജനറേഷൻ രീതിയാണ്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വില ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മൾ വില ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവുകയും ചെയ്യരുത് കേട്ടോ. കാരണം കുട്ടികൾ
ഇൻഡിവിജ്വൽസ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് അവരുടെ വില എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റി അവർ ബോധവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അവർക്ക് ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് കാണുമ്പോൾ എണീറ്റ് നിൽക്കുക, മിണ്ടാതെ നിൽക്കുക എന്നുള്ളതിലൊന്നും അല്ല. അതൊക്കെ റീഡിഫൈൻ ചെയ്ത കാലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കുട്ടികളുടെ അടുത്തുനിന്ന്. ഓക്കെ, ചില ടീച്ചേഴ്സ് ഇപ്പോഴും കാണുന്നുണ്ട് ഇങ്ങനെ, നമ്മൾ വരാന്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പോലും കുട്ടികൾ അവിടെ മതിലൊക്കെ ഇരിക്കൂലോ, അരമതില് തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലിരിക്കില്ലേ, അപ്പൊ അവരെ എണീറ്റ് നിൽക്കണം. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, യുനോ. എപ്പോഴൊക്കെ ടീച്ചർ വരും വിചാരിച്ചിട്ട് അപ്പോഴൊക്കെ എണീറ്റ് നിൽക്കുക. അപ്പൊ പിന്നെ നമ്മൾ വരുമ്പോ തന്നെ അവർ പറയുമോ വരുന്നുണ്ട് പണ്ടാരം. നേരെ മറിച്ച് നമ്മൾ അവരുടെ അടുത്ത് അതിന്റെ ആവശ്യമില്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒന്ന് എണീറ്റു വിചാരിച്ചിട്ട് അവർക്ക് റെസ്പെക്ട് ഉണ്ട് എന്ന് ഉറപ്പാവണം. ഓക്കെ, അപ്പൊ അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ. കാരണം അതൊന്നും അല്ല ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റെസ്പെക്ട് ഉണ്ടാവും. ഇഫ് വി ഷോ റെസ്പെക്ട് ടു ദം, ദേ വിൽ റെസ്പെക്ട് യു ഓൾസോ. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ക്ലാസ് റൂമിലൊക്കെ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ തിരിച്ചു വല്ലതും പറയും. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് റൂം മൊത്തം ചിരിക്കും കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് തന്നെയാണ് അതിലൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം, ക്ലാസ് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പൊ അവരിങ്ങനെ പറയും നമ്മുടെ അടുത്ത് ചിലപ്പോ ഒന്നുമില്ല മിസ്സേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് പിന്നെ വേണമെങ്കിൽ പറയാം, നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന വെച്ചാൽ ലുക്ക് ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് നോക്കാൻ പറയാം. ഞാൻ എവിടെ വായിക്കുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചേന്ന് പറയാം. ഒരു കണ്ടുപിടിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എന്നുള്ള നിലയ്ക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം, ഇവിടെയാണ്, ഇനി ഇവിടെ നോക്കിയിരിക്കുക പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്ന സമയത്ത് വീണ്ടും അവർ വർത്തമാനം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, മിക്കവാറും കുറച്ചു പേരൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവര് വർത്തമാനം പറയുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ചീത്ത പറയുന്ന ഒരിക്കലും സൊല്യൂഷൻ അല്ല കേട്ടോ. പിന്നെ 3-4 പേരാണെങ്കിൽ അവർ സ്ഥലം മാറ്റിയിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് മെത്തേഡ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ അവരോട് എണീറ്റ് നിന്നിട്ട് ആൻസർ പറയാം. അവർ ആൻസർ ഒരുപക്ഷെ വർത്തമാനം നല്ല പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവരോട് നിൽക്കാൻ പറയാ. എന്നിട്ട് എന്താ പറയാ, വേറെ ആരോടെങ്കിലും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരോട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാനും നല്ലതാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കുട്ടികളുടെ അടുത്ത് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആവും. കാരണം നമ്മൾ പഠിപ്പിച്ചത് ആർക്കും മനസ്സിലാവണില്ല എന്നൊക്കെ നമുക്ക് തോന്നും. നേരെ മറിച്ച് ഇങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു പിന്നെ നമ്മൾ വേറെ എന്താ പറയാ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ആൻസർ പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, അവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവരുടെ അടുത്ത് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇനി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്താം. ഓക്കെ, അപ്പൊ പിന്നെ മിക്കവാറും അവര് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കാനെങ്കിലും തുടങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിക്കാം. എന്താണ്, ഇവരെ മാത്രം വിളിപ്പിക്കാം. ഓക്കെ, നോട്ട് ഇൻ ദ ക്ലാസ് റൂം, സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ മരത്തിന്റെ ചോട്ടിലോ എവിടെയെങ്കിലും ചെന്ന് വിളിപ്പിക്കാം. അതായത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാവുന്നില്ലേ, ക്ലാസ് റൂമിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നെവർ ആർഗ്യൂ വിത്ത് ദ സ്റ്റുഡൻസ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, കുട്ടികളുടെ അടുത്ത് ആർഗ്യൂ ചെയ്യരുത്. ഓക്കെ, ആസ് എ ഗുഡ് ടീച്ചർ ആർഗ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, കുട്ടികൾ തിരിച്ചെന്താ പറയാ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമ്മളൊരു ക്ലൗഡിനെ പോലെയോ. ഓക്കെ, പിന്നെ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും, പ്രിൻസിപ്പാളിനെ കൊണ്ടുവരും. അതൊക്കെ ഏറ്റവും എന്താ പറയാ ഒരു ടീച്ചറിന് ഒരിക്കലും യോജിക്കാത്ത സ്വഭാവങ്ങളാണ്. നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റണം നമ്മുടെ ക്ലാസ് റൂം. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വില ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അച്ഛന് ചാരും, അതായത് അമ്മ ഒന്നും പറയില്ല. അപ്പൊ അച്ഛൻ വരട്ടെ, അച്ഛൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും, അച്ഛൻ നമ്മളെ ചീത്ത പറയും, നമുക്ക് പിന്നെ അമ്മയെ വില ഉണ്ടാവും. ഈ ഒരു അവസ്ഥയായിരിക്കും ക്ലാസ് റൂമിലും ഉണ്ടാവുക, നമ്മൾ പ്രിൻസിപ്പാളിന്റെ അടുത്തൊക്കെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതാണ് കുട്ടികളുടെ ടെമ്പറമെന്റും അപ്ബ്രിങ്ങിങ്ങും ഏജും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഡിസിപ്ലിനാണ് നമ്മൾ ഇമ്പോസ് ചെയ്യേണ്ടത്.
ടെക്നിക്സ് ഓഫ് ഡിസിപ്ലിനിങ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ ബോയ്സിനും ഗേൾസിനും വേറെ വേറെ ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ബോയ്സ് ഓഫൺ റിസീവ് മോർ സിവിയർ പണിഷ്മെന്റ്സ് ദാൻ ഗേൾസ്, അല്ലെ? പിന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഉണ്ട്. അതായത് ബോയ്സിന് വളരെയധികം ഭയങ്കര പണിഷ്മെന്റ്സ് കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ പണിഷ്മെന്റ് തല്ലലൊന്നും സ്കൂളിലില്ലല്ലോ. Girls are disciplined more for talking or calling out answers. Discipline depends on behavior, type, age, temperament, and upbringing. Techniques for disciplining boys and girls. Rewarding good behavior. അതായത് നല്ലൊരു ആൻസർ പറഞ്ഞു ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റിവാർഡ്സ് ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈസ് എങ്കിലും കൊടുക്കാം. വെരി ഗുഡ് എടോ. ഞാനൊരു കാര്യം പറഞ്ഞേട്ടെ. നമ്മളിപ്പം നല്ല രീതിയിൽ ക്ലാസ് റൂമിലൊക്കെ നടക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുക, അല്ലെങ്കിൽ ക്ലാസ് റൂം വേണ്ട, എവിടെയെങ്കിലും ഇരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ അടുത്ത് ഓക്കെ ഇറ്റ് വാസ് എ നൈസ് ആൻസർ, ഓക്കെ ആ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കുളിർമ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു, ഗുഡ് എന്നൊക്കെ നമ്മൾ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോ അപ്പൊ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവർക്കും ഈ രീതിയിലുള്ള അപ്രീസിയേഷൻസ് ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്രീസിയേഷൻ കണ്ടമാനം വാരി വെതർമേ ക്ലാസ്സിൽ. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് ഡിസിപ്ലിൻ ഒക്കെ ഒരു വിധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എൻകറേജ് പോസിറ്റീവ് ആക്ഷൻസ് ബൈ ഗിവിംഗ് പ്രൈസ്, റിവാർഡ്സ് ഓർ റെക്കഗ്നീഷൻ, അല്ലെ? പ്രൈസോ റിവാർഡ്സോ, അല്ലെങ്കിൽ അവരെന്ന് അവിടെ വായോ എന്നിട്ട് പറഞ്ഞിട്ട് എല്ലാവരോടും ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പറയാ. ഇങ്ങനത്തെ എൻകറേജ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഹെൽപ്സ് ചിൽഡ്രൻ റിപ്പീറ്റ് ദ ബിഹേവിയർ ദാറ്റ് ഈസ് അപ്രീഷിയേറ്റഡ്. പിന്നെ അവർ വീണ്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യും. അതിപ്പോ നല്ലൊരു ആൻസർ ആയിക്കൊള്ളണം എന്നില്ല, ക്ലാസ് റൂം ബിഹേവിയർ ആയിക്കോട്ടെ, അല്ലെ? നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. Allowing to face natural consequences. Let children experience the outcome of their actions, അല്ലെ? അതായത് നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ഫോർഗെറ്റ് ഹോംവർക്ക് ദേ ഫേസ് ദ റിസൾട്ട് അറ്റ് സ്കൂൾ, അല്ലെ? ഹോംവർക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞാല് നിങ്ങൾ അതിന്റെ ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾ അനുഭവിക്കണം. അപ്പൊ ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് പറഞ്ഞാൽ തല്ലുക എന്നുള്ളതല്ലാട്ടോ ഒരിക്കലും. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ചെറിയ പണിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. Then logical consequences. Set consequences that are directly related to the misbehavior. അതുപോലെ തന്നെ മിസ്ബിഹേവിയറിന്, അല്ലെ? ആ കുട്ടികൾ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അനുഭവിക്കണം. അതായത് തല്ലുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അവര് പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒക്കെ ആവുമ്പോ എന്താ പറയാ, അതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അവർ സ്റ്റുഡന്റ് സൈക്കോളജി എന്താന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പോയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇഫ് ദേ ബ്രേക്ക് എ ടോയ് ദേ ഡോണ്ട് ഗെറ്റ് എ ന്യൂ വൺ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അത് വീട്ടിലും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കുട്ടികള് ടോയ്സ് ഒക്കെ പൊടിച്ചു കഴിഞ്ഞാൽ ഒരു കാറ് പൊട്ടിച്ചു, അടുത്ത കാർ ഇപ്പൊ കിട്ടും അത് വിചാരിച്ചിട്ടായിരിക്കും പൊട്ടിക്കുന്നത്, അല്ലെ? അപ്പൊ അത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊടുക്കാതിരിക്കുക. അപ്പൊ ദേ ഷുഡ് സഫർ. ടേക്കിംഗ് അവേ പ്രിവിലേജസ്, ടെമ്പററിലി റിമൂവ് ആക്സസ് ടു തിങ്സ് ദേ എൻജോയ്. അങ്ങനത്തെ പണിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കാം. അതായത് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഫോർ 1 month നീ ഇനി TV കാണാത്ത, ഫോണും വാങ്ങി വെക്കാം. ഓക്കെ, എന്റർടൈൻമെന്റ് ഒന്നുമില്ല. അപ്പൊ അവര് ആ രീതിയിൽ ആ സമയം മുഴുവൻ പഠിക്കാൻ സ്പെൻഡ് ചെയ്തോളും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടെങ്കിലും അവർ പഠിച്ചോളും. ദിസ് ഹെൽപ്സ് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആക്ഷൻസ് ആർ കോൺസിക്വൻസസ്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആണ് അതിന്റെ അനന്തരഫലം എന്ന് വിചാരിച്ചിട്ട് they will regulate their behavior. Tips for maintaining discipline. അപ്പൊ എന്തൊക്കെ കുറെ ടിപ്സ് ഉണ്ട്. മാച്ച് ഡിസിപ്ലിൻ ടു ചൈൽഡ്സ് ടെമ്പറമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരും ഒരേ രീതിയിൽ കാണരുത്, കുട്ടികൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും ടെമ്പറമെന്റ് അനുസരിച്ചിട്ടുള്ള ഡിസിപ്ലിൻ ആണ് ഓരോ കുട്ടിയിലും ഇമ്പോസ് ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ഡിസിപ്ലിൻ പ്ലാൻസ് ക്ലിയർലി ടു സ്റ്റുഡൻസ്. ഷോ റെസ്പെക്ട് ഈവൻ വൈൽ ഡിസിപ്ലിനിങ്. ഓക്കെ, അതായത് നമ്മൾ കുട്ടികളെ ആദ്യം റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അവര് നിങ്ങളെ പോലുള്ള വൃത്തികെട്ടവറ്റങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഫ്രീ ആയി. ഓക്കെ, നമ്മളാണ് ദ വേർസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദിസ് വേൾഡ്, എന്തോ നമുക്കാവാം. ഓക്കെ, ആ രീതിയിൽ പറയരുത്. അല്ലാതെ നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. നിങ്ങൾ ഭയങ്കര ഉഷാറാണ്, അല്ലെ? നല്ല ഉഷാറാണെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അവർക്ക് താഴേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും.
ബി കൺസിസ്റ്റന്റ് ഇൻ അപ്ലൈയിങ് റൂൾസ് ആൻഡ് കോൺസിക്വൻസസ്. അതായത് ഒരു ദിവസം ഭയങ്കര സ്ട്രിക്റ്റ്, മറ്റേ ദിവസം ഭയങ്കര ലൂസ് എന്നാവില്ല. കൺസിസ്റ്റന്റ് ആയിരിക്കണം ടീച്ചർ എപ്പോഴും. അവോയ്ഡ് റീവിസിറ്റിംഗ് ദി ഇഷ്യൂ വൺസ് കോൺസിക്വൻസ് ഇസ് ഓവർ. ഇപ്പോ ഒരു തെറ്റ് കുട്ടി ചെയ്തു, അതിനുള്ള പണിഷ്മെന്റും കൊടുത്തു, പണിഷ്മെന്റ് അതിന്റെ കോൺസിക്വൻസ് കുട്ടി അനുഭവിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അത് കുട്ടിയെ വേദനിപ്പിക്കാതിരിക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ്, അല്ലെ? ഇത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക നല്ല രീതിയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. ലുക്ക് ഫോർ റീസൺസ് ബിഹൈൻഡ് റിപ്പീറ്റഡ് ആൻഡ് ബാഡ് ബിഹേവിയർ. അതായത് ഒരു കുട്ടി സ്ഥിരമായിട്ട് ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം ആസ് എ ടീച്ചർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടുപിടിക്കുക തന്നെ വേണം. അവരുടെ പറ്റുകയാണെങ്കിൽ അവർ വീട്ടിൽ തന്നെ പോവാം. അപ്പൊ നമുക്ക് കുറെ കാരണങ്ങൾ മനസ്സിലാവും. ബിഹേവിയർ മേ ബി കോസ്ഡ് ബൈ സ്ട്രെസ്, ഫാറ്റിഗ് ഓർ ഇമോഷണൽ ഇഷ്യൂ. ഓക്കെ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം വരുന്നത്. അവർക്ക് ചിലപ്പോൾ അവരൊരുപാട് സ്ട്രെസ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വല്ല ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് കൊണ്ട്, അല്ലെ, ഇമോഷണൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അവരിങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത് കോൺസിസ്റ്റന്റ്ലി. അപ്പൊ വി ഷുഡ് ഹാവ് ടു, ആസ് എ ടീച്ചർ, വി ഷുഡ് ഹാവ് ടു അനലൈസ് വാട്ട് ഈസ് ഹിസ് ഓർ ഹെർ പ്രോബ്ലം. അണ്ടർസ്റ്റാൻഡിങ് റീസൺസ് ഹെൽപ്പ് പ്രിവെന്റ് ഫ്യൂച്ചർ ഇൻസിഡൻസ്, അല്ലെ? അപ്പോ ഇത് നമുക്ക് മനസ്സിലാവും. അതായത് ഇത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിയെ നന്നായിട്ട് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഇൻസിഡന്റ് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഫോക്കസ് ഓൺ റീഫോമിങ് റാദർ ദാൻ പണിഷിംഗ് ദ ചൈൽഡ്. കുട്ടിയെ റീഫോം ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഇടിക്കുക കുത്തുക എന്നുള്ളതൊന്നുമല്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഡിസിപ്ലിൻ. ഇനി ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ചില സ്ഥലത്ത് കാണുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഓൾഡ് ബിലീവ് സപ്പോർട്ട് പണിഷിംഗ് ബോയ്സ് ആൻഡ് പ്രൈസിംഗ് ഗേൾസ്, അല്ലെ? അതായത് ബോയ്സിന് അടി കൊടുക്കുക, ഗേൾസിനെ പ്രൈസ് ചെയ്യുക, ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ടുഡേ കോർപ്പറൽ പണിഷ്മെന്റ് ഈസ് ഇല്ലീഗൽ ആൻഡ് ഹാർംഫുൾ. നമുക്കറിയാം അടിക്കലൊന്നും ഇന്നത്തെ കാലത്ത് പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നും ആരും ചെയ്യരുത്. വടിയൊക്കെ ഉപേക്ഷിക്കുക, ക്ലാസ് റൂമിൽ വടിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. സ്റ്റുഡൻസ് കമ്മിറ്റ് സൂയിസൈഡ് ആഫ്റ്റർ ഹാർഷ് പണിഷ്മെന്റ്സ്, അല്ലെ? കുട്ടികളോടൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാ അവർ കയറെടുത്ത് തൂങ്ങാന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഫ്രജൈലാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഒന്നും വേണ്ട, നമ്മൾ മുകളിലത്തെ നിലയിൽ ആണ് നിന്ന് വർത്താനം പറയണം വിചാരിക്കാം. മൂന്നാമത്തെ നിലയിൽ നിന്നിട്ട് കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ചൂടായി അത് അപ്പൊ അവിടെ അടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇമോഷണലി ദേ ആർ നോട്ട് അറ്റ് ഓൾ സ്റ്റേബിൾ. ഓക്കെ, സ്കൂൾസ് നീഡ് റോൾ മോഡലിംഗ്, PTA സപ്പോർട്ട് ആൻഡ് കൗൺസിലേഴ്സ്, അല്ലെ? അപ്പം ഇതുപോലെ തന്നെ റോൾ മോഡലിങ്ങിലൂടെയും PTA സപ്പോർട്ടിലൂടെയും അതുപോലെ സ്കൂളിൽ കൗൺസിലേഴ്സ്, അല്ലെ, അതായത് സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടെ ഒക്കെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടും വളർത്താൻ പറ്റും. ഫിസിക്കൽ ആൻഡ് മെന്റൽ പണിഷ്മെന്റ്സ് ആർ ബോത്ത് ഹാർംഫുൾ. ഓക്കെ, ആ രീതിയിലുള്ള പണിഷ്മെന്റ്സ് നമ്മൾ ഒരിക്കലും മുതരരുത്. Then examples of gendered punishments: boys kneel down, girls write impositions. അങ്ങനത്തെ പണ്ടത്തെ രീതിയിലല്ല, ബോയ്സിനെ ക്ലാസ്സിൽ കയറ്റി നിർത്തും ബെഞ്ചിൽ, അല്ലെ? അങ്ങനെയൊക്കെ കുറെ ഡിസ്ക്രിമിനേഷൻ ഉള്ള പണിഷ്മെന്റ്സ് ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് സീറ്റിംഗ് ഈസ് നോട്ട് നെസസറിലി ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അതായത് നമ്മൾ സീറ്റിംഗ് മാറ്റുക, ഓക്കെ, അത് ഒരു പക്ഷേ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിക്കൊള്ളണമെന്നില്ല. ഈക്വൽ സീറ്റിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റെഡ്യൂസ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് സീറ്റിംഗ് അല്ലെങ്കിൽ ഇരുത്തുക. അതായത് ബോയ്സും ഗേൾസും മിങ്കിൾ ചെയ്തിരിക്കണം എന്നുള്ളതല്ല, അങ്ങനെ ഇരുത്തുന്നുണ്ട് ഇപ്പോ. അല്ലെങ്കിൽ എന്താണ്, ഒരേ ലെവലില്, അല്ലെ? ഒരു ഭാഗത്ത് ബോയ് ഒരു ഭാഗത്ത് ഗേൾ, അങ്ങനത്തെ ആ രീതിയിൽ ഇരുത്തുക. ഹാർഷ് വേർഡ്സ് ആൻഡ് പബ്ലിക് സ്കോൾഡിംഗ് ആർ മെന്റൽ ടോർച്ചർ. അതുപോലെ നമ്മൾ മാനസികമായിട്ടും കുട്ടികളുടെ അടുത്ത് ഹാർഷ് ആയിട്ടുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ല. യൂസ് ദ സെയിം റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഗേൾസിനെയും ബോയ്സിനെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അനാലിസിസ് ഓഫ് ജെൻഡർ റോൾസ് സ്റ്റീരിയോടൈപ്സ്. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെക്സ് നോട്ട് എബിലിറ്റി, അല്ലെ? അപ്പൊ ചില ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, അതായത് സ്റ്റീരിയോടൈപ്പ് ആൺകുട്ടികൾ ഇങ്ങനെ വേണം, ദാറ്റ് ഈസ് സ്റ്റീരിയോടൈപ്പിംഗ്. അപ്പൊ അത് എന്താണ്, നമ്മുടെ സെക്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്നുള്ള ഇതിനനുസരിച്ചിട്ടാണ്. അതായത് കുട്ടികളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതല്ല ഈ സ്റ്റീരിയോടൈപ്പിംഗ്. കൾച്ചർ വ്യൂസ് വിമൻ ആസ് നർച്ചറിങ്, മെൻ ആസ് പ്രൊവൈഡേഴ്സ്, അല്ലെ? അതായത്
എന്തുകൊണ്ടാണ് ഗേൾസിന് ഈ ക്ലീനിങ് ഒക്കെ കൊടുക്കുന്നത് സ്കൂളിൽ? കാരണം അവര് പണ്ട് മുതലേ ക്ലീനേഴ്സ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. പുരുഷന്മാർ പറഞ്ഞ പുറത്തു പോയി ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള റോൾസ് ആണ് സ്കൂളുകളിലും കൊടുക്കുന്നത്. സോഷ്യലൈസേഷൻ ഏജൻസ് ആർ ഫാമിലി ആൻഡ് മീഡിയ റീഇൻഫോഴ്സ് റോൾസ്, അല്ലെ? അതായത് ഫാമിലി, സ്കൂള്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോഷ്യലൈസേഷൻ കൊണ്ടുവരുന്നത്, സൊസൈറ്റി ആയിട്ട് അടുത്ത് ഇടപഴകുന്ന അവസരം കൊണ്ടുവരുന്നത്, വന്ന് തരുന്നത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ മീഡിയ, അല്ലെ? മീഡിയയിലൂടെയും പരസ്യത്തിലൂടെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ സിനിമയിലൂടെയൊക്കെ നമ്മൾ ഇതുപോലത്തെ ജെൻഡർ റോൾസ് ആണ് കാണുന്നത്. അതായത് സ്ത്രീകൾ എപ്പോഴും അടുക്കളയിൽ നിൽക്കുക, ഇന്നത്തെ പുതിയ ജനറേഷൻ അല്ല കേട്ടോ, അടുക്കളയിൽ നിൽക്കുക, അവര് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുക, കരയുക, അതെല്ലാം സഹിക്കുക. പുരുഷൻ എന്ന് പറഞ്ഞു വെച്ചാല് ഫുഡ് പ്രൊവൈഡേഴ്സ് ആണ്, അവരെ ബഹുമാനിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതായത് അവര് അന്ത്യോളം കഷ്ടപ്പെടുക, അതിനുള്ള ആൾക്കാരാണ് അവര് എന്നുള്ളത് ഒരു രീതിയിൽ ഒരു സ്റ്റീരിയോ ടാപ്പിംഗ് ഈസ് ഓൾസോ ദെയർ. അപ്പം ഇതാണ് സോഷ്യലൈസേഷൻ, അല്ലെ? ഇപ്പൊ ഫാമിലി, സ്കൂളും ഒക്കെ സോഷ്യലൈസേഷൻ ചെയ്യുന്നു, മീഡിയ അത് റീഇൻഫോഴ്സ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി നൗ. സ്റ്റീരിയോടൈപ്സ് ആർ ലേൺഡ് ആൻഡ് നോട്ട് നേച്ചുറൽ. ഇത് ആരെങ്ങനെ ഉണ്ടാക്കിയത്? ഇറ്റ് ഇസ് നോട്ട് നേച്ചുറൽ. ജനിക്കുമ്പോഴേ അങ്ങനെയല്ല, സൊസൈറ്റി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതെല്ലാം. These roles limit the true potential of individuals. ഇപ്പൊ ചിലപ്പോ നമ്മുടെ നല്ല പൊട്ടൻഷ്യൽ, നല്ല എബിലിറ്റീസ് ഒക്കെ കളഞ്ഞു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊക്കെ മറക്കുന്നു ഡ്യൂ ടു ദിസ് കണ്ടീഷനിങ്. അനാലിസിസ് ഓഫ് ജെൻഡർ റോൾ സ്റ്റീരിയോടൈപ്സ്, അല്ലെ? അതിന് കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്. കോമൺ മെയിൽ സ്റ്റീരിയോടൈപ്സ് എന്തൊക്കെയാണ്? ടഫ്, ലോജിക്കൽ, കരിയർ ഫോക്കസ്ഡ്, നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ. കോമൺ ഫീമെയിൽ സ്റ്റീരിയോടൈപ്സ് ഏതൊക്കെയാണ്? ഇമോഷണൽ, നർച്ചറിങ്, അൺസ്റ്റേബിൾ, പെട്ടെന്ന് കരയുന്നവളാണ്, പേടിയുള്ളവളാണ്, അല്ലെ? ദീസ് ബിലീഫ്സ് ആർ നോട്ട് ബേസ്ഡ് ഓൺ എവിഡൻസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൊസൈറ്റി പറഞ്ഞതാണ്, സ്ത്രീ ആവുമ്പോ ഇങ്ങനെ വേണം, പുരുഷനാവുമ്പോ ഇങ്ങനെ വേണം. ദേ കണ്ടിന്യൂ ഡ്യൂ ടു സോഷ്യൽ ആക്സെപ്റ്റൻസ് ആൻഡ് റിപ്പിറ്റീഷൻ. എന്തിനാണ് ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ സ്ഥാനമില്ല. നമ്മൾ അങ്ങനത്തെ പോലെ തന്നെ ഒരു ബോൾഡ് ആയിട്ട്, അല്ലെ, പല ഡിസിഷനും പറഞ്ഞാൽ തന്നെ സൊസൈറ്റി നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. റിജക്റ്റിംഗ് സ്റ്റീരിയോ ടൈപ്സ് പ്രൊമോട്ട്സ് ജെൻഡർ ഇക്വാലിറ്റി. ഇതിൽ നിന്ന്, ഈ കെട്ടുപാടുകളിൽ നിന്ന്, ഈ സ്റ്റീരിയോ ടൈപ്സുകൾ നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാകുമോ? ഓക്കെ, പുരുഷന്മാർ ടഫ് അല്ലാതെ സോഫ്റ്റ് ആയിട്ട് സ്ത്രീകളുമായിട്ട് സംസാരിച്ചാൽ മതി, അല്ലെ? അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സ്ത്രീകൾ അത് ഇമോഷണലി അല്ലാതെ കുറച്ചുകൂടെ ബോൾഡ് ആവുക. ഓക്കെ, അപ്പൊ ആ രീതിയിലാവുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഈസ് ദയർ. കൺക്ലൂഷൻ ആണ് ജെൻഡർ ഐഡന്റിറ്റീസ് ആൻഡ് സോഷ്യലൈസേഷൻ. ഇപ്പൊ ഈ യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങള് ജെൻഡർ ഐഡന്റിറ്റീസ് ആൻഡ് സോഷ്യലൈസേഷൻ, അതായത് പുരുഷൻ എന്ന സ്ത്രീ, അല്ലെ, സോഷ്യലൈസേഷനിലൂടെ സൊസൈറ്റി കുറെ റൂൾസ് പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ അതൊക്കെ അനുസരിക്കുക. ദാറ്റ് ഈസ് സോഷ്യലൈസേഷൻ. ഫാമിലി പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി, അല്ലെ? അതായത് ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി. രണ്ട് കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ കാണുകയാണെങ്കിൽ നല്ലതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും അവർ ആ രീതിയിൽ തന്നെ പെരുമാറും. We discussed how family, schools, peers and curriculum affect gender roles and identities. അല്ലെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. Issues like gender discrimination in classrooms, school rituals and discipline methods were explored. Okay, this unit, the unit aims to help build awareness and encourage equal treatment for all genders. അപ്പൊ നമ്മൾ ഈ യൂണിറ്റിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്? ക്ലാസ് റൂമിലായാലും വീട്ടിലായാലും സൊസൈറ്റിയിലായാലും both male and female, okay, both of them are equal. Okay, അപ്പൊ ആ രീതിയിൽ വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ പഠിക്കും. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. അപ്പോ നമ്മള് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. We have to stop.